വയനാട് ടൗൺഷിപ്പിൽ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന വീടുകളിൽ വിള്ളൽ കണ്ടെത്തി. ആദ്യഘട്ടത്തിൽ നിർമ്മാണം പൂർത്തിയാക്കുന്ന 178 വീടുകളിൽ ഉൾപ്പെട്ട 2 വീടുകളിലാണ് വിള്ളൽ കണ്ടെത്തിയത്. എന്നാൽ ആശങ്കപ്പെടാൻ ഒന്നുമില്ലെന്നും പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിച്ച് മാത്രമേ വീടുകൾ കൈമാറുകയുള്ളൂവെന്നും ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി അധികൃതർ അറിയിച്ചു. ടൗൺഷിപ്പിലെ ഫേസ് 1A ഉൾപ്പെട്ട 7-8 നമ്പർ വീടുകളിലെ മെയിൻ സ്ലാബിലാണ് വിള്ളൽ കണ്ടെത്തിയത്. വിള്ളൽ കണ്ടെത്തിയതിൽ ആശങ്കയുണ്ടെന്നും അധികൃതർ ഇത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകിയതായും 8 നമ്പർ വീടിന്റെ ഉടമസ്ഥനായ നൌഫൽ പറഞ്ഞു. നല്ല നീളത്തിലാണ് വിണ്ടോ വയ്ക്കുന്നത്. ചെറിയ വിള്ളൽ കാണുമ്പോൾ നമുക്ക് ഒരു വിഷയമല്ല, ചെറുത് ഒരു വിഷയമല്ല. ഇത് വലിയൊരു വിള്ളലാണ് സ്ലാബിൽ വന്നിട്ടുള്ളത്. ചുമരാന്ന് വെച്ചാൽ നമുക്ക് വിഷയമല്ല. ഇത് മെയിൻ സ്ലാബാണ് ഇങ്ങനെ ചെയ്തത്. കാരണം അത് ഇവരിപ്പം മാറ്റി തരുന്ന പറഞ്ഞത്, ചോർച്ചകൾ മാറ്റി തരുന്ന പറഞ്ഞത്. ടൗൺഷിപ്പിലെ വിള്ളൽ വീണ വീടുകൾ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി അധികൃതർ സന്ദർശിച്ചു. സംഭവത്തിൽ ആശങ്കപ്പെടാൻ ഒന്നുമില്ലെന്ന് അധികൃതർ പറഞ്ഞു. വീട് വാസയോഗ്യമാക്കാൻ വേണ്ടി ധാരാളം ടെസ്റ്റുകൾ നടത്താറുണ്ട്. അതിനിടയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാറുണ്ടെന്നും പിന്നീട് പരിഹരിക്കുകയാണ് ചെയ്യുന്നതെന്നും ഊരാളുങ്കൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായ അരുൺ ബാബു പ്രതികരിച്ചു. ഇതൊരു ചെറിയ നമ്മളെല്ലാ വീടുകളിലും നമ്മുടെ വീടുകളിലൊക്കെ കാണുന്ന പോലെ ടെമ്പറേച്ചർ ക്രാക്കാണ്. ക്വാളിറ്റി കൺട്രോളിൻ്റെ പാർട്ടായിട്ടാണ് ഇത് കണ്ടുപിടിച്ചാലല്ലേ, അല്ലാതെ അവർ താമസിച്ച് കഴിഞ്ഞിട്ട് വന്ന് അയ്യോ പ്രശ്നമാണ് എന്ന് പറയുന്നതല്ലല്ലോ. നമ്മൾ ആദ്യം തന്നെ അതിന് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി അത് റെക്ടിഫൈ ചെയ്തിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്ന ടെസ്റ്റുകളെല്ലാം നടത്തിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ പറഞ്ഞ ഡേറ്റിൽ അത് ഡിലേ ആയതും അതുകൊണ്ട് തന്നെയാണ്. എല്ലാം ചെയ്തിട്ടേ കൊടുക്കുകയുള്ളൂ. മാർച്ച് 1 ആദ്യഘട്ട ഉദ്ഘാടനം കഴിഞ്ഞ് ടൗൺഷിപ്പിലെ വീടുകളുടെ കൈമാറ്റം വൈകുന്നതും സർക്കാർ നൽകി വരുന്ന ദിനപത്ത ഇത്തവണ ലഭിക്കാത്തതും ദുരന്തബാധിതരെ ആശങ്കയിലാക്കുന്നുണ്ട്. ന്യൂസ് മലയാളം, വയനാട്.